പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് 25,000 രൂപ ആവശ്യപ്പെട്ടുവെന്ന് കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ. മൃതദേഹം പാലക്കാട് നിന്ന് തൃശൂരിൽ കൊണ്ടുവരുന്നതിന് ആംബുലൻസിന്റെ തുക കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. 3,700 രൂപയാണ് കൊടുത്തത്. തങ്ങൾക്ക് നീതി വേണമെന്നും രാംനാരായണന്റെ ബന്ധുക്കൾ പറയുന്നു. രാംനാരായൺ ആൾക്കൂട്ട വിചാരണയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ നീതി തേടുകയാണ് കുടുംബം. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് അദ്ദേഹത്തിന്റെ ബന്ധു ശശികാന്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയും ഗുരുതരമായ ഒരു സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് പണം ചെലവാക്കുന്നതിന് പകരം ഇവരുടെ കയ്യിൽ നിന്നും മൃതദേഹം പാലക്കാട് നിന്ന് തൃശ്ശൂർ കൊണ്ടുവരുന്നതിനും തൃശ്ശൂരിൽ നിന്നും ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുന്നതിനും പണം ചോദിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവർ പറയുന്നുണ്ട്. कितना पैसा दिया ये बॉडी पालक्काड से त्रिशूर मेडिकल कॉलेज तक जाने? 3,700 रुपीज़ एम्बुलेंस वाले को पे किए हैं फ़ोन पे से. फ़ोन पे से आप पे करो? हाँ. कितना रुपया केरल से छत्तीसगढ़ से लिए? वो सर 25,000 का बोले थे कि बॉडी शिफ्ट करने के लिए पैसे लगेगा. तो मुझसे पूछे कि आपके पास पैसे कितना है, तो मैंने बताया कि 25,000 मेरे पास है करके ഉത്തന മാങ്ങേ थे. ഇക്കാര്യത്തിൽ നീതി നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. ഇവരുന്നയിക്കുന്ന ഒരു വിഷയം എന്തായാലും ഞാൻ ഇവിടെ ഈ വാർത്ത കേട്ടിട്ടാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് മോർച്ചറിയുടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഈ സംഭവം അറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ വരുന്ന എല്ലാ ആളുകളും ഇതിനകത്ത് ഇത്രയും വലിയൊരു സെൻസേഷനായ വിഷയമാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവർ വരുമ്പോൾ ഇവർ ബോഡി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ PSCLുമായി ബന്ധപ്പെട്ട് അതേപോലെ ഇവിടുത്തെ BSPയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പോലീസ് ഇവരെ കൊണ്ടാണ് ഇത് പേയ്മെന്റ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു മോബ് ലിഞ്ചിങ് കേസ് എന്ന് പറയുമ്പോൾ ഇവർക്കാണ് സ്റ്റേറ്റ് നീതി വാങ്ങിക്കൊടുക്കേണ്ടത്. ഇത് കേരളത്തിൽ BNS നിയമപ്രകാരം, അത് വെച്ചാൽ BNS നടപ്പിലായതിനു ശേഷം ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതകമാണ്. ഇതിനകത്ത് ഹേറ്റ് ക്രൈം വരുന്നുണ്ട്, മോബ് ലിഞ്ചിങ് വരുന്നുണ്ട്, ബ്രൂട്ടലി ക്രൈം വരുന്നുണ്ട്. ഇത്രയും സെൻസേഷനായ ഒരു കേസായിട്ട് ഇത് യാതൊരു റെസ്പോൺസിബിലിറ്റിയും സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നില്ല. അതിന്റെ ആംബുലൻസ് ചാർജ് പോലും ഇവർ നൽകണം. അവർക്ക് ആ മരണപ്പെട്ട വ്യക്തിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, അമ്മയുണ്ട്, പ്രായമായ അമ്മ. ഇനി ബന്ധുക്കൾ വന്നിട്ട് ബോഡി നമ്മൾ ശക്തമായ ഡിമാൻഡ് ഇട്ടിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ വന്നതിന് ശേഷം അവർ നാളെ വരും. നാളെ അവിടുന്ന് ട്രെയിനിലാണ് വരുന്നത്. അവർ വന്നതിന് ശേഷം ഇതിനെല്ലാം തീരുമാനമാക്കിയിട്ട് തെഹ്സീൻ പൂനാവാല VS യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ഇതിന് ശക്തമായിട്ട് പാലിക്കണം. ഇത് നമ്മുടെ കേരളത്തിൽ പാലിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വേറെ എവിടെയാണ് നമുക്ക് നീതി ലഭ്യമാവുക? എന്തായാലും നാളെ അവരുടെ ബന്ധുക്കൾ ഛത്തീസ്ഗഡിൽ നിന്നും പുറപ്പെടും. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് കൂടുതൽ തീരുമാനമെടുക്കുമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റും പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.